സോ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് നോയ്സ് മാർജിൻ. അപ്പോൾ നോയ്സ് മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോയ്സ് മാർജിൻ ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദി ഡി സി വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ്. ദിസ് പാരാമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ allows you to determine the allowable noise voltage on the input of a gate so that the output will not be corrupted. അതായത് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ 2 CMOS കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മേളിൽ ഒരു ഫ്രണ്ടിൽ ഒരു CMOS കൊണ്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നോക്കി ഇവിടെ ഞാൻ 1 കൊടുത്തു, ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? 0 കൊടുത്തു. ഈ 0 ആണ് ഇവിടെ വരുന്നത് അല്ലേ? ആ 0 എന്ത് ചെയ്യും? ഇവിടെ 1 തരും. ഈ 1 ആയിരിക്കും അടുത്ത ഇൻവെർട്ടറിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ നോക്കുക, ഇവിടെ ഞാൻ 0 കൊടുക്കുമ്പം എന്ത് ചെയ്യും? ഔട്ട്പുട്ടിൽ 1 കിട്ടണം. പക്ഷേ ഈ 0യുടെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു സിഗ്നൽ നോയ്സ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആഡ് ആവാം. അപ്പോൾ ആദ്യത്തെ ഇൻവെർട്ടർ സ്റ്റേജിൽ എനിക്ക് എന്ത് ചെയ്തു? ഔട്ട്പുട്ടിൽ 1 കിട്ടിയെന്ന് വിചാരിക്കാം. ദെൻ 1 കൊണ്ട് പ്ലസ് എന്താണ്? ഇവിടെ നിന്ന് വരുന്ന നോയ്സും കാണാം. ദെൻ ആ 1 ആണ് ആ ട്രാവൽ ചെയ്തിട്ട് ഇവിടെ വരുന്നത് അല്ലേ? ഈ 1 ഇവിടെ വന്നു, 1 പ്ലസ് ഒരു ചെറിയ നോയ്സ് സിഗ്നലോടെ കാണും. അപ്പോൾ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടി? 0 കിട്ടി. അപ്പോൾ 0 ഔട്ട്പുട്ട് കിട്ടിയപ്പം അതിൻ്റെ കൂടെ ഒരു ഹൈ ആയിട്ട് എന്തെങ്കിലും നോയ്സ് വാല്യൂ ഉണ്ടെങ്കിൽ അടുത്തൊരു ഇൻവെർട്ടർ സ്റ്റേജിലേക്ക് ചിലപ്പം എത്തേണ്ട വാല്യൂ എന്താണ്? 0 വാല്യൂ ആണ് ഇവിടെ എത്തേണ്ടത്. പക്ഷേ ഈ നോയ്സ് വാല്യൂ മൂലം ചിലപ്പോൾ ഇവിടെ എത്താൻ പോകുന്ന 1 ആയിരിക്കാം. അപ്പോൾ ഇവിടെ ഒരു എറർ സംഭവിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടുമോ? ഇല്ല. അത് നിങ്ങൾ പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ എറർ കിട്ടും സിഗ്നൽ. അപ്പോൾ നോയ്സ് ഹൈ ആയി നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് പ്രോപ്പറായിട്ടൊരു ഔട്ട്പുട്ട് ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യത്തില്ല? കിട്ടത്തില്ല. അപ്പോൾ നോയ്സ് മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതൊരു ഇതാണെന്ന് പറഞ്ഞാലും ഏതൊരു സർക്യൂട്ട് എടുത്താലും അതിന് അലോബിൾ ആയിട്ടുള്ള ഇൻപുട്ടിൽ ഒരു പർട്ടിക്കുലർ സർക്യൂട്ടിന് അലോബിൾ ആയിട്ടുള്ളൊരു നോയ്സ് മാർജിൻ ഉണ്ട്, അല്ലെങ്കിൽ അലോബിൾ ആയിട്ടുള്ളൊരു നോയ്സ് വോൾട്ടേജ് ഉണ്ട്. ആ വോൾട്ടേജിനെ പറയുന്ന പേരാണ് നോയ്സ് മാർജിൻ. ഉണ്ടോ? നോയ്സ് മാർജിൻ മീൻസ് ഡിറ്റർമൈൻ ദ അലോബിൾ നോയ്സ് വോൾട്ടേജ് ഓൺ എ ഇൻപുട്ട് ഓഫ് എ ഗേറ്റ് സോ ദാറ്റ് ഔട്ട്പുട്ട് വിൽ നോട്ട് ബി കറപ്റ്റഡ്. ഔട്ട്പുട്ട് എന്ത് ചെയ്യത്തില്ല? കറപ്റ്റഡായി പോവില്ല. ഓക്കെ. ഈ നോയ്സ് മാർജിന് 2 പാരാമീറ്റേഴ്സ് ഉണ്ട്. ലോ നോയ്സ് മാർജിനും ഉണ്ട്, ഹൈ നോയ്സ് മാർജിനും ഉണ്ട്. അപ്പോൾ നമ്മളിത് രണ്ടിൻ്റെ ഇക്വേഷൻ ആണ് ഇതുണ്ടോ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവാണ്. സോ ലോ നോയ്സ് മാർജിനാണ് NMH റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലോ നോയ്സ് മാർജിനുണ്ട്, ഹൈ നോയ്സ് മാർജിനുണ്ട്. സോ ഫ്രം ഫിഗർ, ഇപ്പോഴത്തെ ഒരു ഫിഗർ ഉണ്ട്. ഫിഗറിൽ നിന്ന് നമുക്ക് ലോ നോയ്സ് മാർജിൻ്റെയും ഹൈ നോയ്സ് മാർജിൻ്റെയും ഇക്വേഷൻസ് കിട്ടും. ഓക്കെ. അപ്പോൾ ഇതാണ് നോക്കുക, ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. CMOS ഇൻവെർട്ടറിൻ്റെ ഈ ഗ്രാഫ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? അപ്പം ഇൻപുട്ടിൽ 0 വന്നുകൊണ്ടാണ് ഇവിടെ VDD വന്നിരിക്കുന്നത്. ദെൻ ഔട്ട്പുട്ടിൽ ഡിഫറെൻറ്റ് റീജിയനായിട്ട് പഠിച്ചാൽ റീജിയൻ A ഉണ്ട്, B ഉണ്ട്, റീജിയൻ C ഉണ്ട്. ഇവിടെ വന്നപ്പോൾ റീജിയൻ D ആയി, ഇവിടെ വന്നപ്പോൾ റീജിയൻ E ആയി. ദെൻ നമുക്ക് 0 വോൾട്ടേജ് കിട്ടി. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഡ്രോ ചെയ്തത്. ഓക്കെ. അപ്പം ഇതാണ് ഇൻപുട്ടിൻ്റെ. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ X ആക്സിസും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ Y ആക്സിസുമാണ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇൻപുട്ടിൻ്റെ ലോ വാല്യൂ, അതായത് ഇൻപുട്ടിൻ്റെ ലോ വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ ആണ്. C എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ. ഇൻപുട്ടിൻ്റെ ഹൈ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിൻ്റാണ്. ഈ 2 പോയിൻറ്റിലുമുള്ള സ്ലോപ്പ് എന്ന് പറയുന്നത്, ഈ ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -1 ആണ്. ഡെറിവേറ്റീവ് ഓഫ് V ഔട്ട് ഡിവൈഡ് ബൈ DV എന്ന് എടുക്കുമ്പം ഇവിടെയുള്ള നമ്മളൊരു സ്ലോപ്പ് പ്ലോട്ട് ചെയ്യുമല്ലോ. സ്ലോപ്പ് പ്ലോട്ട് ചെയ്യുമ്പം ഈ 2 പോയിൻറ്റിലുമുള്ള കിട്ടുന്ന ആ ഒരു സ്ലോപ്പ് എന്ന് ഇവിടെയുള്ള ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് -1 ആണ്. ഓക്കെ. അപ്പോൾ DV ഔട്ട് ഡിവൈഡ് ബൈ DV എന്ന് പറയുന്നത് -1 ആണ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇൻപുട്ടിൻ്റെ ലോ വാല്യൂ, ഇതാണ് ഇൻപുട്ടിൻ്റെ ഹൈ വാല്യൂ. അതുപോലെ ഔട്ട്പുട്ടിൻ്റെ ലോ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഔട്ട്പുട്ടിൻ്റെ ഹൈ വാല്യൂ VOH എന്ന് പറയുന്നത് ഇതാണ്, ഈ പോയിൻറ്റുമാണ്. അപ്പം നമ്മളിത് കാണിക്കാൻ പോവാണ്, ഫിഗറിൽ കാണിക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇനിഷ്യലി നമുക്ക് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അപ്പം ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഫിഗർ വെച്ച് കാണിച്ചിരിക്കുകയാണ്. കണ്ടോ? ഇതാണ് ഇൻപുട്ടിൻ്റെ ലോ വാല്യൂ VIL. ഇൻപുട്ടിൻ്റെ ലോ വാല്യൂ VIL ഇവിടെ മാർക്ക് ചെയ്തു. അതുപോലെ ഇൻപുട്ടിൻ്റെ ഹൈ വാല്യൂ VIH നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ നോക്കി, ഈ ഒരു സോണിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോർബിഡൻ സോൺ, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇൻറ്റർമീഡിയറ്റ് സ്റ്റേജ്. അതായത് ഇവിടെ നോക്കുക, ഇവിടെ ഇത് രണ്ടിനും എന്തുണ്ട്? ഇടയ്ക്കൊരു ഗ്യാപ്പില്ല. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താ? ഇവിടം തൊട്ട് ഇവിടം വരെ ഇതിങ്ങനെ നമ്മളൊന്ന് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കറണ്ട് സഡൻലി ഡിക്രീസ് ചെയ്യുന്നൊരു ഏരിയയാണ്. ഈ ഇത്രയും ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പാണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പം ഇതാണ് ഇൻപുട്ടിൻ്റെ ലോ വാല്യൂ, ഇതാണ് ഇൻപുട്ടിൻ്റെ ഹൈ വാല്യൂ. അപ്പം നമ്മൾ ഇൻപുട്ടിൽ ഇത്ര വോൾട്ടേജ് കൊടുത്തു, ഇൻപുട്ടിൽ നമ്മൾ ഇത്രയും വോൾട്ടേജ് കൊടുത്തു. പക്ഷേ ഔട്ട്പുട്ടിൽ നമുക്ക് എന്താ ഇത്രയും വോൾട്ടേജ് തന്നെ ഔട്ട്പുട്ട് കിട്ടണം എന്നല്ല. കാരണം എന്താണ്? നോയ്സ് വന്ന് എന്ത് ചെയ്യുക? ഔട്ട്പുട്ട് നമുക്ക് ഒക്കർ ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ഇൻപുട്ട് വാല്യൂ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഔട്ട്പുട്ടിൻ്റെ ലോ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് ഔട്ട്പുട്ടിൻ്റെ ലോ വാല്യൂ VOL. അതുപോലെ തന്നെ ഔട്ട്പുട്ടിൻ്റെ ഹൈ വാല്യൂ എന്ന് പറഞ്ഞാൽ VOH ആണ്. ഇത് ഇത്രയും.
അപ്പോൾ നോക്കുക, ഇൻപുട്ടിൻ്റെ ഹൈ വാല്യൂവും ഔട്ട്പുട്ടിൻ്റെ ഹൈ വാല്യൂവും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതുപോലെ ഔട്ട്പുട്ടിൻ്റെ ഈ ലോ വാല്യൂവും ഇൻപുട്ടിൻ്റെ ഈ ലോ വാല്യൂവും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഈ ഡിഫറൻസ് ആണ് നമ്മുടെ നോയ്സ് മാർജിൻ. ഇതാണ് മാക്സിമം അലോവബിൾ ആയിട്ടുള്ള നോയ്സ് മാർജിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോയ്സ് മാർജിൻ ലോയും നോയ്സ് മാർജിൻ ഹൈയും എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? ഇപ്പോൾ നോയ്സ് മാർജിൻ ലോ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് VIL മൈനസ് VOLും അതാണ് ഇക്വേഷൻ. നോയ്സ് മാർജിൻ ഹൈ എന്ന് പറയുന്നത് VOHA മൈനസ് VIH ആണ് നോയ്സ് മാർജിൻ ഹൈയുടെയും നോയ്സ് മാർജിൻ ലോയുടെയും ഇക്വേഷൻ. ഓക്കെ, then inputs between the VIL and VIH are said to be intermediate region or forbidden zone. ഈ ഒരു ഏരിയയുടെ നമ്മൾ പറയുന്നതാണ് ഫോർബിഡൻ സോൺ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് സോൺ എന്ന് പറയും. ഓക്കെ, ഇനി വേറൊരു പോയിൻ്റാണ് പ്രൊപ്പഗേറ്റഡ് നോയ്സ് ഓർ നോയ്സ് ഫീഡ് ത്രൂ. ഔട്ട്പുട്ട് ലൈക്ലി ഡീഗ്രേഡഡ് വെൻ ദ ഇൻപുട്ട് ഈസ് അറ്റ് ഇറ്റ്സ് വേർസ്റ്റ് ലീഗൽ വാല്യൂ. ദിസ് ഈസ് കോൾഡ് പ്രൊപ്പഗേറ്റഡ് നോയ്സ് ഓർ നോയ്സ് ഫീഡ് ത്രൂ. അതായത് നമ്മളൊരു പർട്ടിക്കുലർ പോയിന്റ് സി ചെന്നപ്പോഴാണല്ലോ പെട്ടെന്ന് ഔട്ട്പുട്ട് അങ്ങോട്ട് ഡിക്രീസ് ചെയ്ത് ഡിഗ്രേഡ് ചെയ്തത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഈ ഒരു ഏരിയയാണ് നമ്മൾ പറയുന്ന പേരാണ് നോയ്സ് ഫീഡ് ത്രൂ അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റഡ് നോയ്സ് എന്ന് പറയുന്നത്.